ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകണത് എന്താ വെച്ചാൽ പടവളങ്ങ സിമ്പിളായിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ. നമ്മുടെ പാലക്കാട്ടുകാരുടെ സിമ്പിളായിട്ട് മുമ്പിലൊക്കെ നമ്മൾ ഉപ്പേരി വയ്ക്കില്ലേ, അങ്ങനത്തെ ഒരു ഉപ്പേരിയാണ് കേട്ടോ പടവളങ്ങ ഉപ്പേരി. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കുഞ്ഞു പടവളങ്ങ അങ്ങനെ കട്ട് ചെയ്ത് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പടവളങ്ങ ഉപ്പേരി. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെക്കാം കേട്ടോ. ഒരു ചട്ടി വെക്കാം. ഇതൊന്ന് ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിക്കണം. ഒരു 2 പച്ചമുളക്, നമുക്ക് പടവളങ്ങ എത്രയുണ്ട് വെച്ചാൽ അതേമാതിരി പച്ചമുളക് എടുക്കുക. ഒരു വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചതാണ് ഇത്. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായ ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏത് എണ്ണയായാലും കുഴപ്പമില്ല. മുമ്പൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. പെട്ടെന്നാവും. ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങൾക്ക് പടവളങ്ങ അത്രയും ഉണ്ടാവുക വെച്ചാൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ടാൽ മതി. മുമ്പൊക്കെ മുളക് അമ്മിയിൽ തല്ലി വെളുത്തുള്ളി തല്ലി അങ്ങനെയാണ് വെക്കുക. അപ്പം പിന്നെ മിക്സി ആയ കാരണം ഒന്ന് കറക്കി കൊടുത്താൽ ആയി. പക്ഷെ ചതച്ചെടുക്കുന്നതും നമ്മൾ മിക്സിയിലും ഒന്ന് കറക്കുന്നതും നല്ല വ്യത്യാസമുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം. ചതച്ച് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇന്നൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടുണ്ടാകും. നല്ല ടേസ്റ്റ് ഉണ്ടാകും. പരിപ്പും തേങ്ങയും ഒന്നും വേണ്ട. സൂപ്പറായിട്ടുണ്ടാകും. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമുളക് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് പടവളങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തീ കുറച്ച് വെക്കാട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പടവളങ്ങയ്ക്ക് അധികം ഉപ്പ് ആവശ്യമില്ല. അതിലിത്തിരി ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു കളറിനും. പക്ഷെ എല്ലാത്തിലും മഞ്ഞൾപ്പൊടി ഇട്ടാൽ നല്ലതാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേകാൻ വയ്ക്കാം. നമുക്ക് ഈ വെളുത്തുള്ളിയും മുളകൊക്കെ തല്ലിയിട്ട് വെക്കണ കാണുമ്പോൾ അതിൻ്റെ ആ മണമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മുമ്പ് സ്കൂളിലത്തെ ഓർമ്മ വരും. നമ്മൾ സ്കൂളിൽ ഇൻ്റർവ്യൂവിൽ വിടുന്ന സമയത്ത് ഓരോരോ വീട്ടുകളിലൊക്കെ ഇങ്ങനെ ഉപ്പേരി പൊരിക്കണം മണം കേട്ടാൽ നമുക്ക് വിശക്കും. അപ്പോൾ ഊണ് കഴിക്കാൻ തോന്നും. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേകാൻ വയ്ക്കാം. അത് നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പടവളങ്ങയൊക്കെ വേഗം വേകും. നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് പോരാച്ചാൽ ഇടാം. നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇടുള്ളൂ. കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ കയ്യളവാണ്. ഇനി ഇത് അടച്ച് വെക്കണ്ട. അടച്ച് വെച്ചാൽ പിന്നെയും വെള്ളം വരും. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് പിന്നെ കരിവേപ്പില ഒന്ന് ഇതിൻ്റെ മണമൊക്കെ ഒന്ന് വരട്ടെ. ഇത് മാത്രം മതി.
പടവളങ്ങ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുണ്ടോ, റെഡിയായി. വെള്ളമൊക്കെ കൊണ്ട് വെറ്റി ഉപ്പേരി റെഡിയായി. എത്ര എളുപ്പം, പെട്ടെന്നാവും. ഈ പരിപ്പും വേണ്ട, തേങ്ങയും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ വറ്റിച്ച് കഴിച്ചാൽ സൂപ്പറായിട്ടുണ്ടാവും. ഇതിൻ്റെ റെഡിയായി പടവളങ്ങ. ഇതിൻ്റെ കൂടെ സാമ്പാറോ ഏത് കൂട്ടാൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. നന്നായിട്ടുണ്ടാവും. ആ വെളിച്ചെണ്ണയുടെ മണവും വെളുത്തുള്ളി മണവും പച്ചമുളകും കരിവേപ്പിലയും അടിപൊളി. ഉണ്ടോ നോക്കട്ടെ. ഉള്ളിയൊന്നും ഇടണ്ട, വെളുത്തുള്ളി ഒരേ ഉള്ളി. നമുക്ക് പടവളങ്ങ അനുസരിച്ചിട്ട് പച്ചമുളക് ഒക്കെ ഇട്ടാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഉപ്പേരി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇത് പാത്രത്തിലേക്ക് ആക്കിയിട്ട് നോക്കാം കേട്ടോ. ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. നമ്മൾ പാത്രത്തിലേക്ക് ആക്കി. അങ്ങനെ നമ്മുടെ പടവളങ്ങ ഉപ്പേരി റെഡിയായി. പാലക്കാട്ടുകാരുടെ ഉപ്പേരി സിമ്പിളായിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ഇനി ഉച്ചയൂണിന് ഞാൻ രസമാണ് വെച്ചിരിക്കുന്നത്. ഈ ഉപ്പേരി രസവും സൂപ്പറായി. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.